സുഹൃത്തുക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാസർഗോഡിൽ നിന്നും ഒരു തലശ്ശേരിലേക്ക് ഒരു സൂപ്പർ ഫാസ്റ്റ് വണ്ടി അഥവാ പുനയിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന പുനൈ എറണാകുളം സൂപ്പർ ഫാസ്റ്റിൽ ഇന്ന് യാത്ര ചെയ്യാൻ പോവുകയാണ്. ആഴ്ചയിൽ 2 വട്ടം സർവീസ് നടത്തുന്ന വണ്ടിയാണിത്. ഈ വണ്ടി എല്ലാ ദിവസവും ലേറ്റായിട്ട് മാത്രമേ കാസർഗോഡ് ഭാഗത്ത് എത്താറുള്ളൂ. ഈ വണ്ടിക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന അതേ ദിവസം ഈ വണ്ടി 12:05 കാസർഗോഡ് എത്തേണ്ടതാണെങ്കിൽ പക്ഷെ എത്തിയത് അതും 2:30-ക്കാണ്. അത്രയും വൈകി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചയും ബുധനാഴ്ചയും രാത്രി 9:55 പുറപ്പെട്ട് വൈകുന്നേരം 6:50 എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരേണ്ട ട്രെയിനാണ്. പക്ഷേ മിക്ക സമയത്തും ഇത് എത്തിച്ചേരുന്നത് രാത്രി 9 മണി അല്ലെങ്കിൽ 10 മണി ആ റേഞ്ചിലാണ്. എപ്പോഴും വൈകി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനാണ്. അതുപോലെ തന്നെ എറണാകുളം ഭാഗത്ത് നിന്നും മുംബൈ ഭാഗത്തേക്കും പൻവേൽ ഭാഗത്തേക്കും അതുപോലെ തന്നെ പൂനെയിലേക്കൊക്കെ പോകാൻ പറ്റിയ ഏറ്റവും നല്ല ബെസ്റ്റ് ട്രെയിനും കൂടിയാണിത്. തിരിച്ചു പോകാൻ സമയത്ത് പരമാവധി ലൈറ്റൊക്കെ കുറവായിട്ടാണ് കാണാറുള്ളത്. അതുപോലെ തന്നെ പെട്ടെന്നുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് ഇതിൻ്റെ ഇൻട്രോ എടുക്കാനോ അതുപോലെ തന്നെ വീഡിയോയിൽ വോയിസ് കൊടുക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ വീഡിയോയിലുള്ള എല്ലാം വോയിസ് ഓവറാണ്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇനി അങ്ങോട്ടുള്ള എല്ലാ വീഡിയോകളും ഇതിനേക്കാളും നല്ല മികച്ച രൂപത്തിൽ ചെയ്യാൻ നാം പ്രതീക്ഷിക്കുന്നതാണ്. നിങ്ങളുടെ തുടർന്നുള്ള സപ്പോർട്ടുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വൈകിയാണെങ്കിലും നമ്മുടെ ട്രെയിൻ ഇതാ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. WIP4 വിജയവാഡ ലോക്കോ ഷെഡ് 22-512. അല്പസമയത്തിന് ശേഷം കാസർഗോഡ് ഡിപ്പാർട്ട് ചെയ്തിരിക്കുന്നു. പ്രസിദ്ധമായ ചന്ദ്രഗിരി റിവർ, അത് കഴിഞ്ഞാലുള്ള കൾനാട് റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുന്നു. അതിനുശേഷമുള്ള കാളനാട് ടണൽ, ഗുഹയോട് ഏറ്റവും ചേർന്നിരിക്കുന്ന ടണലാണ്, അതും സ്കിപ്പ് ചെയ്യുന്നു. കേരളത്തിലിപ്പോൾ ആകെയുള്ള ഒരു ടണൽ, റെയിൽവേ ടണൽ ഇത് മാത്രമേ ഉള്ളൂ. കോട്ടയത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന അതൊക്കെ ഇപ്പോൾ വെട്ടിമാറ്റിയിരിക്കുന്നു. പവർഫുൾ ലോക്കോമോട്ടീവ്. കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുന്നു. സ്കിപ്പിംഗ് അറ്റ് കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷൻ. ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ എത്തിച്ചേരുന്നു. ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ സമ്മാനിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനും ബീച്ചും കൂടിയാണ് ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ. ചരിത്രപ്രസിദ്ധമായ ബേക്കൽ ഫോർട്ട് കോട്ട ഇതിൻ്റെ അടുത്താണ്. അതുപോലെ തന്നെ ഒരുപാട് ഫെസ്റ്റുകളും കാർണിവലും നടക്കുന്ന ഒരു ബീച്ചാണ് ബേക്കൽ ഫോർട്ട് ബീച്ച്. അതിൻ്റെ തൊട്ട് മുമ്പിലാണ് റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സിനിമകളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ഗൂഗിൾ പോലത്തെ സൈറ്റുകളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുന്നു. ഇതിന് കാസർഗോഡ് വിട്ടാൽ കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട്, ഷൊർണൂർ, പിന്നെ തൃശ്ശൂർ, എറണാകുളം എന്നിങ്ങനെയാണ് സ്റ്റോപ്പുള്ളത്. നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നു. നല്ല മഴയുള്ളത് കൊണ്ട് വീഡിയോ കുറച്ചൊക്കെ ബ്ലോങ് ഔട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനും സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. ചെറുവത്തൂർ സ്റ്റേഷൻ എത്തിയപ്പോൾ ഏറനാട്, തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് മംഗലാപുരം സെൻട്രലിലേക്ക് പോകുന്ന ഏറനാട് എക്സ്പ്രസ്സിനെ നമ്മൾ ക്രോസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ്. അമൃത് ഭാരത് പദ്ധതി കാരണം എല്ലാ റെയിൽവേ സ്റ്റേഷനും പണി നടക്കുന്നുണ്ട്. കോയമ്പത്തൂരിൽ നിന്നും മംഗലാപുരത്തേക്ക് പോകുന്ന മംഗലാപുരം കോയമ്പത്തൂർ എക്സ്പ്രസ്, അതിനെ നമ്മൾ പാസ് ചെയ്യാണ്. അതുപോലെ തന്നെ ഏഴിമല നാവിസേന ഇതും നമുക്ക് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പോകുന്ന ഭാഗത്ത് ഒരുപാട് ഫിഷ് വളർത്തുന്ന കേന്ദ്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ കാണുന്ന മലയുടെ ഭാഗത്താണ് ഏഴിമല നേവി അക്കാഡമി ഉള്ളത്. കണ്ണാപുരം റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുന്നു. വളപട്ടണം പാലം അതുപോലെ തന്നെ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു. അത് കഴിഞ്ഞാലുടനെയാണ് വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ. ആ പുഴയുടെ സൈഡിലൊക്കെ ഉള്ളത് ഫാക്ടറികളാണ്. കണ്ണൂരെത്തിയേക്കുമ്പോൾ ബാംഗ്ലൂരേക്ക് പോകാനുള്ള KSR ബാംഗ്ലൂരു എക്സ്പ്രസ് അവിടെ പോകാൻ വേണ്ടി ഷണ്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അതുപോലെ തന്നെ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ കണ്ണൂർ യശ്വന്തപുരം എക്സ്പ്രസും തയ്യാറായിരിക്കുകയാണ്. അങ്ങനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ റോഡിൻ്റെ WAP 7 ആണ് ഈ വണ്ടിക്ക് ഉള്ളത്. 37306 എന്ന നമ്പറിൽ ഉള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട ഉടനെ താമ്പരം മംഗലാപുരം എന്ന് പറഞ്ഞിപ്പോൾ ഓടുന്ന എക്സ്പ്രസ്സാണ് കടന്നു വരുന്നത്. അത് കണ്ണൂർ സൗത്തിൽ നിന്നും കോഴിക്കോട് കണ്ണൂർ പാസഞ്ചറിനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് അതിന് സിഗ്നൽ കിട്ടാത്തത് കൊണ്ടാണ് ആ കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ ഇവിടെ കണ്ണൂർ സൗത്തിൽ പിടിച്ചിട്ടത്. അവിടെ സ്റ്റോപ്പും ഉണ്ടെങ്കിലും അവിടെ പിടിച്ചിട്ടിരിക്കുകയാണ്. ഇനി ആ വണ്ടി കണ്ണൂർ എത്തിയതിനു ശേഷം മാത്രമേ ഇതിന് ഇവിടുന്ന് സിഗ്നൽ കിട്ടുകയുള്ളൂ.
അങ്ങനെ അവസാനം നമ്മുടെ ഹോം സ്റ്റേഷനായ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ നിന്നും വണ്ടി പുറപ്പെടാൻ തയ്യാറായിരിക്കുകയാണ്. അതിന് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പച്ചക്കൊടി വീശിയിരിക്കുന്നു. അങ്ങനെ ആ വണ്ടിയും തലശ്ശേരിയിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റ് ഇനി ഇല്ല എന്നാണ്. പക്ഷെങ്കിൽ അതിൻ്റെ ഉദ്ദേശം ICF കോച്ചിൽ ഇനി വണ്ടി നമുക്ക് സർവീസ് നടത്തുന്നത് കാണാൻ സാധിക്കുകയില്ല. വൈകാതെ തന്നെ ഈ മാസം 5-ാം തീയതി പൂനെയിൽ നിന്ന് പുറപ്പെടുന്ന എറണാകുളത്തേക്കുള്ള പൂർണ്ണ എക്സ്പ്രസിനും അതിൻ്റെ പുറമെ ഞായറാഴ്ച പുറപ്പെടുന്ന വണ്ടിക്കുമൊക്കെ LHB റേക്ക് കിട്ടുന്നു എന്ന സന്തോഷ വാർത്ത ലഭിച്ചിരിക്കുകയാണ്.